എടാ നമുക്ക് മറ്റേ കളിയാണ് കളിക്കാടാ. കളിക്കും. അല്ല ഒന്നുകൂടെ ഞാൻ വെച്ചില്ല വെക്കടാ. അതെ അടി അടി ഇങ്ങനെ അടി. ഞാൻ കളിക്കുന്നില്ല പോ. അതെടാ കൈ വേന എടുത്ത് എടാ ഇതാ നിന്നെ ഞാൻ ഒരു കളിക്കും കൂട്ടാത്തത്. ഞാൻ കളിക്കുന്നില്ല പോടാ. എടാ മറ്റേ ചാക്കോ സാറൊക്കെ വന്നിട്ടുണ്ടോ? അറിയത്തില്ല, എല്ലാരും ടൂർ പോയെന്നൊന്നും അറിയത്തില്ലല്ലോ. ഇല്ലല്ലേ, മൊത്തം പിള്ളേരും ടൂർ പോയേക്കോ അല്ലയോ? പിന്നെ എടാ ഇന്നലെ ഭയങ്കര രസമുണ്ടായി. എന്തോടാ? ഞാൻ ഇന്നലെ സ്കൂൾ വിട്ട് 4:30 ആയില്ലേ വീട്ടിൽ ചെന്നപ്പം. വീട്ടിൽ ചെന്നപ്പോ ഞങ്ങളുടെ വലിയച്ഛൻ വാതക്കൽ ഇരിപ്പുണ്ടേ. എന്നോട് ചോദിക്കോ നാളെ പഠിത്തം ഇല്ലേന്ന്. അതെന്തോ? ഞാൻ പറഞ്ഞോണ്ട് പഠിത്തമുണ്ട്. പിന്നെ എന്തിനാ നീ ധൃതി വെച്ച് ഇപ്പൊ ഇങ്ങോട്ട് വന്ന നാളെയും പോകണ്ടേന്ന്. അപ്പൊ അതുകൊണ്ട് ഞാൻ ചിലപ്പോ നാളെ പായും കൊണ്ടേ വരത്തുള്ളൂ. ഞാനും ആലോചിച്ചപ്പോ അതാ നല്ലത്. ഞങ്ങളുടെ വീട്ടിലുണ്ടോ അപ്പൂപ്പ ഇതുപോലെ? ഞാൻ അപ്പൂപ്പനെ ഇന്ന് പറ്റിച്ചില്ലയോ? എന്തുവാ? ഞാൻ പറഞ്ഞു അപ്പൂപ്പന്റെ പറഞ്ഞു അപ്പൂപ്പ എനിക്ക് ഡ്രില്ല് ബുക്ക് മേടിക്കാൻ പൈസ തരണേന്ന്. ഞാൻ പറ്റിച്ചോ? ആ പൈസ അഞ്ചിട്ട് നമുക്ക് മുട്ടായി മേടിക്കാനൊക്കെ ഉണ്ട്. ഡ്രില്ല് ബുക്കോ? എടാ എനിക്ക് ഇന്നേ ഇത് തരുവാടാ നിന്റെ എന്തുവാ? സൈക്കിള് വീട്ടിൽ കൊണ്ടുപോയി. സൈക്കിള് ഞാൻ തരത്തില്ല. എന്തോ ഇന്ന് വൈകിട്ട് തോടാ സൈക്കിള്? വേണ്ട, എനിക്കറിയാം നിങ്ങളുടെ വീട്ടിലോട് പോകുന്ന ആ വഴി ഒരു ഇടുക്ക് വഴി. ആ മതിലും ചെന്നിടിച്ച് മിറ്റിലെല്ലാം കൊണ്ട് കയറ്റി. ഇല്ല ഞാൻ ഇറക്കിക്കൊണ്ട് പോകുമ്പോ മതിൽ ഇടിക്കത്തില്ല. വേണ്ട, ഞാൻ തരത്തില്ല. നീ ഇടിക്കത്തില്ല. സൈക്കിള് കയറ്റണോ? ഇല്ല ഇടിക്കത്തില്ല, ഞാൻ കൊണ്ടുപോകും. സൈക്കിള് കയറ്റാന് സൈക്കിള് കയറ്റാനാ. എടാ കവലെ നിന്നാ കേൾക്കാമല്ലോടാ നിന്റെയൊക്കെ ബഹളം. പഠിക്കുന്ന കാര്യത്തിൽ ഇത്ര ശ്രദ്ധയുണ്ടോ നിനക്കൊക്കെ? സാറ് സൈക്കിള് വഞ്ചോ ഞാൻ കൊടുക്കത്തില്ലെന്ന് പറയാ. എന്തേ നിന്റെ സൈക്കിള്? ഞാൻ സൈക്കിളായിട്ട് ആ സൈക്കിൾ കൊണ്ടുവന്ന് വെളി വെക്ക്. എവിടെ പോവാ? സൈക്കിൾ കൊണ്ടുവെക്കാം. അതിൽ നീ സൈക്കിൾ ക്ലാസ്സിൽ കൊണ്ടുവന്നോ? ഇല്ല, ആ കയറി ഇരിക്കാം അവിടെ. എന്തൊരു കേട്ടോ ഉടനെ അങ്ങ് ചാടി പോവാ. നിന്നെ ഞാൻ നോട്ടപ്പുള്ളിയാക്കി വെച്ചിരിക്കോ കേട്ടോ. പിള്ളേരാരും ഇല്ലല്ലോ ടൂർ പോയി. ഇന്ന് സാറ് നമ്മളെ കൊല്ലും. നമ്മൾ രണ്ടുപേ ഉള്ളൂ. ബാക്കി ഈ വഞ്ചൊക്കെ ഒഴുകി കിടക്കുന്ന കുട്ടികളെല്ലാം ടൂറിന് പോയിരിക്കും അല്ലയോ? സാറുമാരും പോയിട്ടുണ്ട്. അപ്പൊ ഞാനായിരിക്കും ഇവിടുത്തെ 5 വിഷയങ്ങളും ഇന്ന് എടുക്കുന്നത്. കേട്ടോ അതെടാ അഖിലുണ്ടോടാ? ഉണ്ട്. അനന്തോ? പ്രസിഡന്റോ? പ്രസന്റ്. ആ ലീന മേരി സിസ്റ്റോ വർഗീസ്. ഹസ്ബൻഡ് അല്ലടാ, ആബ്സെന്റ്. വരുണുണ്ടോ? വരുണിന്റെ ബോഡി ഇതുവരെ കിട്ടിയിട്ടില്ല. മോഹൻലാൽ എവിടെ കൊണ്ട് ഒളിപ്പിച്ച് വെച്ചേക്കോ? ദൃശ്യം സിനിമ ക്ലാസ്സിൽ പോലും വരാതിരുന്ന ദൃശ്യം സിനിമ കണ്ടോണ്ടിരുന്നുണ്ടോ വരുണിന്റെ? എനിക്കൂടെ ഇപ്പൊ കിട്ടിയത്. ടൂറിന് പോയി വരേണ്ട കാര്യം ചോദിച്ചേ. ഉണ്ണിയുണ്ടോ? ഉണ്ട് സാർ. അത് പോകാൻ എന്തെങ്കിലും മാർഗമുണ്ടോ? പോകാനുള്ള മാർഗം ഞാൻ പറഞ്ഞുതരാം. പോകാൻ മരുന്നൊന്നും ഇല്ലേ? മരുന്നൊക്കെ ഞാൻ തരാം കേട്ടോ. അതിനുള്ള മരുന്ന് അതേണ്ടിയിരിക്കുന്നത്. വളച്ചൊറ്റ വിടിയിൽ ഞാൻ അങ്ങ് വിടും. അപ്പൊ മലയാളം നമുക്കിന്ന് മലയാളത്തിന്റെ ക്ലാസ് അങ്ങ് തുടങ്ങാം. എന്റെ വിഷയം ഞാൻ പഠിപ്പിക്കുന്നതല്ല, ടീച്ചർ വിടില്ല. അതുകൊണ്ട് ഞാൻ മലയാളം അങ്ങ് എടുക്കുക. സാർ പഠിപ്പിച്ചു. മഞ്ചരിയുടെ ലക്ഷണം പറയടാ. നീ പറ. നീ പറയടാ. പാസ്. ഒരുവിധം പാട്ടൊക്കെ പാടും. ഒരുവിധം അല്ല, നല്ലപോലെ പാടും. പിന്നെ ഇച്ചിരി ജീവിക്കാനുള്ള ചുറ്റുപാടൊക്കെ ഉണ്ട്. പിന്നെ കാണാനും വലിയ കുഴപ്പമില്ല. പാട്ടുകാരി മഞ്ചരിയുടെ ലക്ഷണമാണോ ഞാൻ പറഞ്ഞത്? അഖിലെ നീ വാങ്ങിക്കും കേട്ടോ. സാറ് പറയട്ടെ. ശതകാകളി വൃത്തത്തിൽ 2ാം പാതേ 2 അക്ഷരം കുറഞ്ഞിടിൽ അതെന്തായിടും? മഞ്ഞരി. റേഷനരി. 2 അക്ഷരം കുറയ്ക്കുമ്പോഴായി മഞ്ചരി. അതില്ലേ സാറേ? അത് കുറയ്ക്കാതിരുന്നാ പോലെ. അത് തന്നെ. 2 അക്ഷരം കുറഞ്ഞിടില്ല, അത് മഞ്ചരി ആയിടും കേട്ടോ. അഖില് പറയണം കേട്ടോ. പദ്യം അറിയാമോ? പദ്യം എനിക്കറിയാം. ചെലന്തി കടിച്ചതിന്റെ ആണോ മഞ്ഞപ്പിത്തത്തിന്റെ ആണോ? മലയാളം പദ്യം അറിയാമെന്ന്. മലയാളം പദ്യം അല്ല. ഒരു പാട്ടില്ലേ അതോ? ഇതിനൊരു പാടാം കേട്ടോ. കുന്തി കഴിഞ്ഞോ? കുന്തി കഴിഞ്ഞെങ്കിൽ അവിടെ ഇരി. എന്തിനു പഠിക്കാൻ വരുവാടാ? എനിക്കറിയത്തില്ല. ഒരു കാര്യം ചെയ്യ്, അടുത്ത നമുക്ക് ഭൂമിശാസ്ത്രം പഠിക്കാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വിഷയമാണോ? വിഷയം എനിക്ക് വലിയ ഇഷ്ടമാണ്. ഭൂമിയുടെ 3 അവസ്ഥകളുടെ പേര് പറ. പിന്നെയും പാസ്. നീ എല്ലാം കൂടെ എന്നെ നെഞ്ചത്തോട്ട് വെക്കാം. സംസാരിക്കാതിരുന്നിട്ടൊന്ന് പറയാം. രാഘവം. രാഘവനോ? രാഘവനല്ല, ഹരം രാവകം. 3ാമത് ഒരെണ്ണം കൊണ്ട് അതിന്റെ പേര് പറ. അതെനിക്ക് വാതകമല്ല. ഞങ്ങൾ ഒപ്പിച്ചടാ. നീ ഞാൻ ഒപ്പിച്ചല്ല, സാർ ഒപ്പിച്ചെടുത്താ. അവനോട് സംസാരിക്കാൻ പോവാ. അവിടെ ഒരു കാര്യം ശ്രദ്ധിക്കരുത് കേട്ടോ, ഒരു കാര്യവും. ജലത്തിന്റെ രാസനാമം പറയണം. നീ എഴുന്നേറ്റ് പറ. ഞാനോ? ജലത്തിന്റെ രാസനാമം. വെള്ളം. നിന്നോട് ചോദിച്ചോ? തേച്ചിട്ട് പോയോ? ഹെഡ്സെറ്റ് ഇല്ലയോ?
H2O. ആ H2 ഓ H2 ഓ ഓ അപ്പൊ അങ്ങനെ ഓ അങ്ങനെ ആട്ടെ. ശാസ്ത്രമൊക്കെ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അറിയാം. അടുത്ത നമുക്ക് ഹിസ്റ്ററി. ഹിസ്റ്ററി എന്നാൽ എന്താണ്? ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ ഹിസ്റ്ററി. ഒറ്റയടിയാൽ നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ മര്യാദയ്ക്ക് ഉത്തരം പറയണം കേട്ടോ. ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ എന്താ? ഞാനോ? ആ പറ. ചാരിത്രം. ചാരിത്രം എന്നെ കൊണ്ട് കളയിപ്പിക്കരുത്, ഞാൻ പറഞ്ഞേക്കാം. ആ ചരിത്രം. ആ പിരമിഡ് സ്ഥിതി ചെയ്യുന്നത് എവിടെ? പിരിവിട് മുണ്ടക്കയം കഴിഞ്ഞ് അങ്ങ് കുമളിയും കഴിഞ്ഞ അത് പീരിമേട്. കീരിമേടാണ്. പിരമിഡ് സ്ഥിതി ചെയ്യുന്ന എവിടാന്ന്? അതെവിടാ? ആ വെളിയിലാ, എനിക്കറിയാം. എവിടാ സാറേ? ആ ആറ് പറ. സാറെന്ന് പറഞ്ഞെന്നാ? വനജ ടീച്ചറെ, വനജ ടീച്ചറെ, ഈ പിരമിഡ് അല്ല എനിക്കറിയാതെ എവിടാന്ന്. പക്ഷെ 5 മണിയാകുമ്പോഴോ ബസ്സിന് വരത്തില്ലേ? ആ തൂവാനെ ടീച്ചർ ഒന്ന് കുരിച്ചിട്ടേക്കണേ. ആ ഓക്കെ. എവിടാ സാറേ മറ്റേ? ഏ മറ്റേ എവിടാ? എവിടെ? മുമ്പേ ആരും ചോദിച്ചില്ലേ? സാറിനോട് തിരിച്ച് ചോദ്യങ്ങൾ ചോദിക്കാറായില്ല. ഇല്ല, ഇനി അറിയാൻ വേണ്ട. ചോദ്യങ്ങൾ ചോദിക്കും. ആ പിരമിഡിന് എവിടെയാണ് നിന്നോ? ആ വാസ്കോഡെ ഗാമ കാലു കുത്തിയത് എവിടെ? ചാപ്പാട്. ചാപ്പാട്. അത് ഉച്ചക്ക്. വാസ്കോഡ് ഗാമ കാലു കുത്തിയത് എവിടെ? കടപ്പാട്. ആരോട്? എന്നോടോ? എടാ കാപ്പാട്. ആ കാപ്പാട്. ആ നീ ഇത്തിരി റോങ് ആവുന്നുണ്ട് കേട്ടോ. ഇല്ല എവറസ്റ്റ് കൊടുമുടിയുടെ കീഴിൽ കിടന്നത് കീഴടക്കിയത് ആര്? കീഴടക്കിയത്. ആ പറ. കീഴടക്കിയത് നീൽ. ഞാനോ? നീലല്ല, നീൽ ആംസ്ട്രോങ്. ഇവിടെ അത് ചന്ദ്രനിൽ പോയത്. അവിടുന്ന് എളുപ്പമല്ലായിരുന്നോ? അവിടോട്ട് പോയി അതും കൂടെ കുത്തിയയച്ച് ഇതാരോട് പോരത്തില്ലായിരുന്നു. അത് നിന്റെ കുഞ്ഞമ്മയുടെ വീടാണോ? തോന്നുമ്പോ കേറി പോകാനും ഇറങ്ങി വരാനും. ഞാൻ ആ പുള്ളിയുടെ നന്മയ്ക്ക് പറഞ്ഞതാ. നന്മയ്ക്ക് പറഞ്ഞു. ഇന്ത്യയുടെ ദേശീയ പക്ഷിയുടെ പേരെന്ത്? മൈന. ആ മൈന ഇങ്ങോട്ട് ഇറങ്ങി പോടാ. അടിക്കരുത്. ഇങ്ങോട്ട് വാ. ഇങ്ങോട്ട്. അത് വലിച്ചു പിടി അങ്ങോട്ട്. ഇത് വലിച്ചു പിടിക്കുന്ന ഉടുക്ക് വായിക്കാനാണ്. അത് വലിച്ചു പിടി. ഇന്ത്യയുടെ ദേശീയ പക്ഷിയുടെ പേര് പറയട മൈനെ. മയിലേ. പറയട മയിലേ. മയിൽ. ആ പോയിരിക്കവിടെ. ഒരു കിളി നിമിത്തം എന്ത് തല്ലു കിട്ടിയടാ. കേരളത്തിന്റെ ദേശീയ പക്ഷിയുടെ പേര് പറ. വേലായുധൻ. അല്ല ചെന്ന് മേടിക്കടാ, ചെന്ന് മേടിക്കേ. കൈ നേടാ. ആ വിളിച്ചിരിക്കുന്നില്ല കിളി. വാ വിളിച്ചിരിക്കുന്ന കിളിയുടെ പേരെന്തുവാ? വേയ ആദ്യം. എടാ വേമ്പാനൽ. വേമ്പാനൽ. കൈ നേടാ. വേഴാമ്പൽ. 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 അവിടെ പോയിരിക്കും. എനിക്കും അറിയാറില്ല. ഇനി ആഗസ്റ്റ് 15-നെ കുറിച്ച് ഒരു 2 വാക്ക് പറ. നീ പറയടാ. ആഗസ്റ്റ് 15 മമ്മൂട്ടിയുടെ പടമാണ്. ഷാജി കൈലാസ് ആണ് അതിന്റെ സംവിധായകൻ. ആ പടം നല്ല രീതിയിൽ ഓടിയില്ല, അതുകൊണ്ട് നിർമ്മാതാവ് നഷ്ടമായിരുന്നു. അടിപൊളി. ആ നിർമ്മാതാവ് ഇങ്ങോട്ട് ഇറങ്ങി വന്നാട്ട്. അല്ല, OTT ഓടിയപ്പോ ലാഭമായിരുന്നു. ആ നിർമ്മാതാവ് ഏതാ? ആഗസ്റ്റ് 15-ന് നമുക്ക് എന്ത് കിട്ടും? മുട്ടായി കിട്ടും. അവധി കിട്ടിയത്. 15-ന് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി. അത് കിട്ടി. ആ ഏത് എന്തോ കിട്ടി? ഇപ്പം കിട്ടി. അതോടെ പോയിരിക്കും. ആന്ധ്ര കിട്ടാച്ച പാത. ഒന്നുമില്ല, ഒന്നുമില്ല, ഒന്നുമില്ലേ? ഇന്ത്യയിലെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം തൂമ്പ. തൂമ്പയല്ല, ഊന്താലി. തൂമ്പ എവിടെടാ? തുമ്പോണ് പന്തളം. തുമ്പോണ് പന്തളോ? എടാ തുമ്പോണല്ല, തുമ്പ. അതൊരു പൂവല്ലേ തുമ്പ? തുമ്പ പൂവാ സാറേ. പൂവായിരുന്നു. ആ തുമ്പ പൂവാ. ഇതായിരിക്കും. പുസ്തകത്തെ നോക്കിയിരിക്കടാ. തുമ്പപ്പൂ ഇല്ലയോടാ? ഉണ്ട്. ടീച്ചറെ പിള്ളേര് പറയുന്നത് തുമ്പപ്പൂവാന്ന്. മുല്ലപ്പൂവല്ല, തുമ്പപ്പൂവാന്ന്. പിന്നെ 5 മണിക്കത്തെ ബസ്സിന് വരുമല്ലോ. ശരി ശരി ശരി, ഞാൻ വെക്കുവാന്നേ. സാറേ തുമ്പ എവിടാ? മറ്റേ തുമ്പ റോക്കറ്റിന്റെ പൂവുണ്ട്, തുമ്പ ചോറുണ്ട്, തുമ്പ എന്ന് പറഞ്ഞ ഒരു സ്ഥലമുണ്ട്. മനസ്സിലായോ? ഇനി ആസ്ട്രേലിയയുടെ ഇങ്ങനെ വെച്ചൊരു അടിയൻ അങ്ങ് തരും. അയ്യോ, അടക്കി വെച്ച് കേട്ടോ. അടിക്കല്ലേ അടിക്കല്ലേ. ഓസ്ട്രേലിയയുടെ ദേശീയ മൃഗം കങ്കുരു. എടാ കങ്കാരു. കങ്കാരു കൺകുരു. ആ എന്തുവായാലും ഒരു കാര്യം ചെയ്യാം. നമുക്ക് ഇതിന്റെ പഠിത്തമൊക്കെ കണക്ക് നോക്കാം. കണക്ക് നോക്ക് സാറേ. എല്ലാ വിഷയങ്ങളും ഇപ്പൊ എന്നെ കൊണ്ട് പഠിപ്പിക്കണമെന്ന് പറഞ്ഞാൽ ഭയങ്കര അത് കണക്കാ. ഇങ്ങോട്ട് വാ, എഴുന്നേറ്റ് വാ. നീ ഇങ്ങോട്ട് വാ. ഞാനോ? എഴുന്നേറ്റ് ചെല്ലടാ. അതിലോട്ട് പോടാ, ചെല്ല്. ബോർഡിന്റെ അവിടെ അല്ലേ? ചെന്ന് കയറിക്കോടെ. എഴുത ചോക്കെടുക്ക. ചോക്കെടുക്കടാ. ഒറ്റ അടിയാൻ തരും ഞാൻ. ചോക്കെടുക്കാൻ തല്ല് കൊള്ളായിരിക്കാൻ ഞാൻ പറഞ്ഞു കൊടുക്കാം. ഞാൻ പറഞ്ഞോളാം. മിണ്ടായിരിക്കും അവിടെ.
ഇന്നത്തേക്കൊന്ന് തുടക്കട്ടെ. എന്തുവല്ലോ എഴുതടാ. വളച്ച് ഞാൻ പിടിഞ്ഞ പറഞ്ഞു കൊടുക്ക സാറേ, പറഞ്ഞു കൊടുക്ക അവൻ എഴുതാനുള്ളത്. ഒറ്റ പുസ്തകം തരും വായിക്ക്. ഒരു സമഭുജ ത്രികോണത്തിന്റെ സമഭുജ ത്രികോണത്തിൽ ഒരു സമഭുജ ത്രികോണത്തിന്റെ പാദകോണുകളുടെ അളവുകളുടെ തുക എത്ര? എഴുതിയോ? മിടുക്കൻ. എന്തുകൂടെ എഴുതി വെച്ചേക്കുന്നേ? സമം 0 ത്രികോണം. അവൻ പറഞ്ഞു പാദം കാല് പൊക്കി കാണിച്ചു. ഞാനിവിടെ ഡ്രൈവിംഗ് സ്കൂൾ നടത്തുവാണോ? ഞാൻ പറഞ്ഞില്ലേ തെറ്റാണ്. അതെന്തോ എഴുതിയേക്കുന്നത് എനിക്കും അവനും മനസ്സിലായി. പിന്നെന്തുവാ? പിന്നെന്തോ എടോ വലിച്ചു അടി ഓടിഞ്ഞു. ഒരു കാര്യം ചെയ്യും, അതൊന്നും വേണ്ട. നമുക്ക് നിങ്ങൾ കലാപരിപാടികളൊക്കെ പേര് കൊടുത്തിട്ടുണ്ടോ? ഉണ്ടോ? ഞാൻ പേര് കൊടുത്തിട്ടുണ്ട്. പാട്ട് പാടുന്ന ആരൊക്കെയാണ് അവിടെ? ഞാൻ കൊടുത്ത പാട്ടിന് ഞാനും പാട്ടാ കൊടുത്തേക്ക്. അന്ന് ഒരു കാര്യം ചെയ്യും, നീ ഒരു പാട്ട് പഠിക്കേ. തമിഴ് പാട്ടാണ്. പാടേ. എന്നുച്ചയ്ക്കും പാടും ഞാൻ പാട്ടത്ത് ഉറവയില്ലേ. നീ ഒരു ഉച്ചയ്ക്കും പാടണ്ട, പോയിരിക്കും. ഓ നീ പറഞ്ഞ, നീ എഴുന്നേറ്റ് പറഞ്ഞു. നീലവാനച്ചോലയിൽ നീന്തിടും ചന്ദ്രികേ, ഞാൻ രചിച്ച കവിതകൾ എന്റെ മുന്നിൽ കണ്ടുവോ, വരാതെ വന്ന എൻ ദേവ്യേ. ഈ പേര് കൊടുത്തായിരുന്നു? പേര് കൊടുത്തില്ലേ? കൊടുക്കരുത്. ഫസ്റ്റ് ഉറപ്പാ ഞങ്ങൾക്ക്. ഇതൊന്നും വേണ്ട. ഒരു കാര്യം ചെയ്യാം, ഞാനൊരു നാടകം എഴുതിയിട്ടുണ്ട്. അന്ന് അത് കളിക്കാം. പറഞ്ഞു വരട്ടെ. ആ നാടകം ഞാൻ തന്നെയാണ് രചിച്ചിരിക്കുന്നത്. അപ്പൊ അത് നമുക്ക് ഇവിടെ അവതരിപ്പിക്കാം. അത് നമുക്ക് കളിച്ചാലോടാ. ആരാ രാജാവാകുന്നേ? ഞാൻ രാജാവുണ്ട്, മന്ത്രിയുണ്ട്, ഭടനുണ്ട്. അപ്പൊ നീ രാജാവാകണം. ഞാൻ രാജാവ്. നിനക്ക് മന്ത്രിയാവോടാ? പറ്റുമോ? പറ്റും. ഞാൻ മന്ത്രി. നീ മന്ത്രി. അപ്പൊ കിരണനെ നമുക്ക് പഠനാക്കാം. ടൂർ പോയി. അന്നാ കിരണന്റെ പകരം ഞാൻ ഡമ്മിയായിട്ട് ഇവിടെ പഠനമായിട്ട് നിന്നോളാം. അതല്ല കളിയാ. ഈ നാടകത്തിന് പേരാണ് ഗുരുവിന് പറ്റിയ അബദ്ധം. അങ്ങനെ വെക്കണ്ട, ഞാനിവിടെ പറയുന്ന പോലെ കേട്ടാ മതി കേട്ടോ. അപ്പൊ അവിടോട്ട് ഇറങ്ങിയേക്കാം. നീ രാജാവാ. ആദ്യം രംഗത്ത് രാജാവ് അട്ടഹസിക്കുന്നു. ഞാൻ രംഗത്ത് രാജാവ് അട്ടഹസിക്കുന്നു. അത് രംഗത്ത് രാജാവ്. രംഗത്തെന്നല്ലേ രാജാവിന്റെ പേര്? രാജാവിന്റെ പേര് ഞാൻ ഇട്ടോ. രംഗം എന്ന് പറഞ്ഞാൽ ഇതാണ്. രംഗം 1. അട്ടഹസിക്ക് സമയം കളയാം. എവിടെ മന്ത്രി? എവിടായിരുന്നു മന്ത്രി? സെക്രട്ടേറിയറ്റിലെ മന്ത്രിയാണോ? അങ്ങനെ രാജാവിന്റെ കൊട്ടാരത്തിലെ മന്ത്രിയുടെ കാര്യം പറയുന്നത്. കൊട്ടാരത്തിലെ മന്ത്രി. മന്ത്രി. അപ്പൊ എവിടെയും മന്ത്രി എന്ന് പറയുമ്പം നീ ഇറങ്ങി വേണം. പറഞ്ഞാലും പ്രഭോ. ആജ്ഞാപിച്ചാലും പ്രഭു. ആജ്ഞാപിച്ചു. യുദ്ധത്തിന് റെഡിയായി നിൽക്കുന്ന ഭടൻ എവിടെ? പറഞ്ഞ രാജാവ് പറ. യുദ്ധത്തിന് ഭടനായി നിൽക്കുന്ന റെഡി എവിടെ? യുദ്ധത്തിന് റെഡിയായി നിൽക്കുന്ന ഭടൻ എവിടെ? യുദ്ധത്തിന് റെഡിയായി നിൽക്കുന്ന രവി എവിടെ? യുദ്ധത്തിന് റെഡിയായി നിൽക്കുന്ന ഭടൻ എവിടെ? യുദ്ധത്തിന് റെഡിയായി നിൽക്കുന്ന ഭടൻ എവിടെ? അത്രയും മതി. നീ വിളിയടാ. ഭടൻ എവിടെ? ഭടൻ ഞാനാ, എന്നെ വിളിക്കണം. ഒറ്റ തവണ വിളിച്ച പടാ എവിടെ? അത്ര മാത്രം മതി. ഒറ്റ പ്രാവശ്യം ഒരു പാടാ വിളിച്ചങ്ങ് നിർത്ത. ഞാൻ അഭിനയിക്കും. എനിക്ക് നല്ല എന്റെ പൊന്നെ സഹിച്ചോളാം. കങ്കാരന്റെ കുഞ്ഞു വന്ന പാടൻ. പറഞ്ഞാലും പ്രഭു അങ്ങനൊന്നും വന്നാ പറ്റത്തില്ല. അങ്ങനെ ഒക്കത്തില്ല. പടൻ ഇങ്ങനെ വരണം. പടം വരും. ഞാനാ ഇത് എഴുതിയത്. അതുകൊണ്ടാ പറഞ്ഞത്. നന്നാകണ്ടേ? ഒന്നോട് വിളിയടാ. പടൻ വരട്ടെ. ആജ്ഞാപിച്ചാലും പ്രഭു. ആജ്ഞാപിക്കും. നമ്മുടെ രാജ്യത്തിനെ ഒറ്റുകൊടുത്ത ഈ ഭടന്റെ കഴുത്ത് ഞെരിച്ചു കൊല്ലു. നമ്മുടെ രാജ്യത്തെ ഒറ്റുകൊടുത്ത ഈ ഭടന്റെ കഴുത്ത് ഞെരിച്ച് കൊന്നുകളയൂ. കഴുത്തിരിക്കണം. അയ്യോ തിരികൊളുത്തു വന്ന നിലവിളക്കന് പിടിച്ച് ഞെരുക്കടാ. അങ്ങ് കിട്ടിയ അവസരം അല്ലേടാ. പാവം പരക്ക അവിടെക്കോളാം. കൈ കഴിക്കുന്നു. തിരിച്ചു പിടി. അങ്ങനെ പിടി. അഖിലേ ഇപ്പൊ കാര്യമായിട്ട് പഠിക്കാം. ഇങ്ങോട്ട് വാ. അഖിലേ
അങ്ങനെയല്ലേ സാറ് പറഞ്ഞത്? എന്താ പണിയാടാ കാണിച്ചേ? അങ്ങനെ ഇപ്പൊ ചത്തുപോയല്ലേ? നല്ല ഒറിജിനാലിറ്റി വേണമെന്നില്ലേ സാറ് പറഞ്ഞേ? ഒറിജിനാലിറ്റി നമുക്ക് ഒന്നും കൂടെ നോക്കിയാലോ സാറേ? ആ ഭാഗത്ത് ഒന്നും കൂടെ നീ ഒന്നും നോക്കണ്ട. എന്റെ നാടകത്തിലിട്ട പേര് പോലെ ഗുരുവിന് പറ്റിയ അബദ്ധം.